ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നല്ലൊരു വരട്ടി ദോശയുടെ റെസിപ്പി ആയിട്ടാണ്. ഇങ്ങനെ ചൂടുള്ള വരട്ടി ദോശയുടെ കൂടെ ഉള്ളി ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കാം. ഞാനിത് ഇന്നലെ രാത്രി നനച്ച് വെച്ചതായിരുന്നു. 2 ഗ്ലാസ് പച്ചരി, അര ഗ്ലാസ് കടലപ്പരിപ്പ്, ഇത് രണ്ടും തലേദിവസം രാത്രി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു. നന്നായി കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് 2-3 പ്രാവശ്യം കഴുകി നമുക്കത് മിക്സിയിലൊന്നിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്കതിലേക്ക് അര കഷ്ണം ഇഞ്ചി, ഒരു വറ്റൽമുളക് എരിവിനനുസരിച്ചിട്ട് ഇടാം കേട്ടോ, ഒരു പിടി കറിവേപ്പിൻ്റെ ഇല എന്നിവ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്കതിലേക്ക് ഈ അരി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇങ്ങനെയൊക്കെ മാവ് അരയ്ക്കുമ്പോൾ നമുക്ക് ആ കറിവേപ്പിൻ്റെ ഇലയുടെ ഗുണങ്ങൾ മുഴുവൻ കിട്ടും കേട്ടോ. ഞാൻ എന്താ മാവ് അരച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. പിന്നെ മാവ് അരയ്ക്കുമ്പോൾ നല്ലോണം അരഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. ചെറിയൊരു തരിതരിപ്പ് നമുക്കതിൽ വേണം. കുട്ടികൾക്ക് രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ദോശയാണ് കേട്ടോ. പിന്നെ അരി തലേ ദിവസം തന്നെ നനയ്ക്കണം എന്നൊന്നുമില്ല. ഉണ്ടാക്കുന്നതിൻ്റെ ഒരു 2-2.5 മണിക്കൂർ മുമ്പ് നമുക്ക് ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ടൊന്ന് അരച്ചെടുത്താലും മതി. പച്ചരിയല്ലേ, വേഗം കുതിർന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ മാവ് റെഡി ആയിട്ടുണ്ട്. ദോശ ഒന്ന് ഉണ്ടാക്കി നോക്കാം. പിന്നെ ദോശ ഉണ്ടാക്കുമ്പോൾ നമുക്ക് മറിച്ചിടേണ്ട ആവശ്യമില്ല, അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചാൽ മതി കേട്ടോ. പിന്നെ ഞങ്ങളിവിടെ ഈ ദോശയ്ക്ക് വരട്ടി ദോശ എന്നാണ് കേട്ടോ പറയുക. ഓരോ സ്ഥലത്തും ഓരോരോ പേരിലാണ് അറിയപ്പെടുന്നത്. അടദോശ, പിന്നെ വേറെ എന്തൊക്കെയോ ഉണ്ട്, പേരുകളുണ്ട്. അപ്പോൾ ഞാനിവിടെ പറയുന്നത് വരട്ടി ദോശ എന്നാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്